വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് കേരളത്തിനായി 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സ്ത്രീകൾക്കെല്ലാം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായവും പ്രതിമാസ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയാണ് പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു കേരളത്തിനായി 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്. VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന ദിവസമായിരുന്നു ഈ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഈ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് കേരളത്തിനായി ഇപ്പോൾ 5 ഗ്യാരണ്ടിയാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുയുഗ സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സ്ത്രീകൾക്കെല്ലാം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയും കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായവും പ്രതിമാസ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയ്ക്കാണ് പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത്. കേരളത്തിനായി 5 ഗ്യാരണ്ടിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. So we are going to name the new health insurance scheme for Kerala after Omen Chandiji, and that is going to provide 25 lakh rupees of insurance for every household, up to 5 lakh interest-free loans for youngsters who want to start their businesses, and a dedicated ministry for senior citizens welfare. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ഇപ്പോൾ പുതുയുഗയാത്ര സമാപിച്ചിരിക്കുന്നു. ഈ ഒരു സമാപന സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഒരു 5 ഗ്യാരണ്ടിയൊക്കെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനമെന്ന് തന്നെ ഇതിനെ പറയാം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100-ലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് UDFന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ യഥാർത്ഥ കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. യുവാക്കളെയും വൃദ്ധരെയും കൂടാതെ ഈ വൃദ്ധരെയും യുവജനങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ തെലങ്കാനയിലാണെങ്കിൽ കർണാടകയിലാണെങ്കിലും UDF കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ആ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 5 പ്രഖ്യാപനങ്ങളാണ് ഇന്നിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഈ കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്നതാണ് ഒന്നാമത്തെ പ്രഖ്യാപനമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രഖ്യാപനം ഈ യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകും. അതാണ് രണ്ടാമത്തെ പ്രഖ്യാപനമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ പ്രഖ്യാപനമായി ഈ ക്ഷേമ പെൻഷൻ വർധനവ് തന്നെയാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു വർധന ഉണ്ടായില്ല. തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ പ്രഖ്യാപനമായി ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. നാലാമത്തെ
പ്രഖ്യാപനമായി മുൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം 25 ലക്ഷം രൂപ വരെ സൗജന്യമായി ഇൻഷുറൻസ് ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ട്. അഞ്ചാമത്തെ പ്രഖ്യാപനം ഈ യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നാണ് അഞ്ചാമത്തെ ഗ്യാരണ്ടിയായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ ആവേശം നൽകുന്ന 5 ഗ്യാരണ്ടികളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രംപിന് വഴങ്ങുകയാണ് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലടക്കം പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നിപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ട്രംപിന് മോദി കീഴടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ട്രംപ് എന്താണോ പറയുന്നത് അത് മാത്രമാണ് മോദി ചെയ്യുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. CJP ആണ് നിലവിൽ കേരളം ഭരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിന് എങ്ങനെയാണ് നരേന്ദ്രമോദി കീഴടങ്ങിയിരിക്കുന്നത് അതുപോലെയാണ് നരേന്ദ്രമോദിക്ക് മുൻപിൽ പിണറായി വിജയൻ കീഴടങ്ങിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ CJP ആണ് നിലവിൽ കേരളം ഭരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളടക്കം തന്നെ പരിഹരിക്കണമെങ്കിൽ UDF തന്നെ അധികാരത്തിൽ വരണം. അത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ UDF സർക്കാരിനും ഒരു ഉപദേശം എന്ന രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംഘനൃത്തമാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം സംഘനൃത്തമാണ്. എല്ലാവരും ആസ്വദിക്കുന്നത് സംഘനൃത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘനൃത്തത്തിൽ നിന്ന് ഒരാൾ പിന്മാറിയാൽ ആ സംഘനൃത്തം കാണാൻ ഭംഗിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതായത് UDFലെ ഇണക്കങ്ങളും പിണക്കങ്ങളും അടക്കം തന്നെയാണ് പറയുന്നത്. ഈ UDFൽ പലപ്പോഴായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ട്. നേതാക്കളടക്കം മാറി നിൽക്കുന്ന സാഹചര്യം അടക്കമുണ്ട്. അതെല്ലാം തന്നെയാണ് പലപ്പോഴും ഈ UDFനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ സംഘനൃത്തം എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു കാര്യം. കാരണം ഈ UDF പലപ്പോഴായി ഈ പ്രശ്നത്തിൽ പെടുന്നതും പല നേതാക്കളായി മാറി നിൽക്കുന്നതും അടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഘനൃത്തത്തോടാണ് ഇപ്പോൾ UDFന് ഉപമിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ മാറി നിന്നാൽ പോലും അത് കാണാൻ ഭംഗിയില്ലാതെയാകും. അതുകൊണ്ട് കൂട്ടായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ യാത്രയുടെ സമാപനത്തിലാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും 110 സീറ്റ് എന്നാണ് UDF മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 110 സീറ്റ് കേരളത്തിൽ വാങ്ങുമെന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ശരി, വ്യക്തമാണ്. VD സതീശൻ നയിച്ച പുതിയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 5 പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. കർണാടകയിലും തെലങ്കാനയിലും അടക്കം അധികാരം പിടിച്ചതിന് സമാനമായ 5 ഗ്യാരണ്ടികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നതാണ് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതിനൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപ വരെ ഇതിലൂടെ സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുമെന്നതാണ് മൂന്നാമത്തെ ഗ്യാരണ്ടി. യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നാണ് നാലാമത്തെ ഗ്യാരണ്ടിയായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക വകുപ്പ് എന്നതാണ് 5ാമത്തെ ഉറപ്പ്. എന്തായാലും UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ ആവേശം പകരുന്ന കുറേ പ്രഖ്യാപനങ്ങളാണ് എന്തായാലും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്. UDF കേരളത്തെ കൈപിടിച്ചുയർത്തുമെന്ന് പ്രതിപക്ഷ നേതാവ്